നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ആധാർ കാർഡാണ്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് മുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വരെ ആധാർ ഇന്ന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പലപ്പോഴും ഈ ആധാർ കാർഡ് കയ്യിൽ കൊണ്ടു നടക്കുക എന്നത് പ്രായോഗികരമായ കാര്യമല്ല. അതുപോലെ ആധാർ കാർഡ് പേഴ്സിൽ സൂക്ഷിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നും നമുക്കറിയാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ആധാർ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളോടെയും ലളിതമായ ഇന്റർഫേസോടെയുമാണ് ഈ പുതിയ ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആധാർ കാർഡിന്റെ എല്ലാ സേവനങ്ങളും ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലായിരിക്കും. എന്തൊക്കെയാണ് ഈ പുതിയ ആപ്പിന്റെ സവിശേഷതകൾ? സാധാരണക്കാർക്ക് ഇത് എങ്ങനെ ഉപയോഗപ്പെടും? ഈ ആപ്പിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി നോക്കാം. പുതിയതായി പുറത്തിറക്കിയ ആധാർ ആപ്പ് കേവലം ഒരു ഡിജിറ്റൽ കാർഡ് മാത്രമല്ല, മറിച്ച് ഒരു സമ്പൂർണ്ണ ആധാർ സേവാ കേന്ദ്രമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത് മൾട്ടി പ്രൊഫൈൽ സൗകര്യം. ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ വരെ ആധാർ വിവരങ്ങൾ ഒരൊറ്റ ആപ്പിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഇത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ആധാർ ആവശ്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് ബയോമെട്രിക് ലോക്കിംഗ് ആണ്. സുരക്ഷയുടെ കാര്യത്തിൽ ഈ ആപ്പ് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. നിങ്ങളുടെ അനുവാദമില്ലാതെ ആരും ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ ആപ്പിലൂടെ ബയോമെട്രിക് ലോക്ക് സൗകര്യം ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് അൺലോക്ക് ചെയ്യാം. അടുത്തത് ഓഫ്ലൈൻ KYC ആണ്. ഇന്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും QR കോഡ് വഴി ആധാർ വെരിഫിക്കേഷൻ നടത്താൻ ഈ ആപ്പ് സഹായിക്കുന്നു. ഇത് പേപ്പർ രഹിത വെരിഫിക്കേഷൻ കൂടുതൽ എളുപ്പമാക്കുന്നു. അടുത്തത് വെർച്വൽ ID ആണ്. സുരക്ഷാ കാരണങ്ങളാൽ യഥാർത്ഥ ആധാർ നമ്പർ വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തവർക്ക് വെർച്വൽ ID ജനറേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്. അടുത്തത് അപ്ഡേഷൻ സ്റ്റേറ്റസ് ആണ്. ആധാർ കാർഡിലെ വിവരങ്ങൾ തിരുത്താൻ അപേക്ഷിച്ചവർക്ക് അതിന്റെ നിലവിലെ അവസ്ഥ ആപ്പിലൂടെ തത്സമയം അറിയാൻ സാധിക്കും. കൂടാതെ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താനും ആപ്പ് സഹായിക്കും. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ഈ ആപ്പ് ഉപയോഗിക്കാൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം എന്നത് നിർബന്ധമാണ്. കൂടാതെ വൺ ടൈം പാസ്വേഡ്, അതായത് OTP വഴിയുള്ള ലോഗിൻ രീതി കൂടുതൽ സുരക്ഷിതമായ ഡിജിറ്റൽ ഇടപാടുകൾ ഉറപ്പാക്കുന്നു. ഓരോ ഇന്ത്യക്കാരനും തന്റെ സ്മാർട്ട് ഫോണിൽ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഒന്നാണ് ഈ പുതിയ ആധാർ ആപ്പ്. പേഴ്സണൽ കാർഡ് മറന്നാലും ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒരു സർക്കാർ ഓഫീസിലും നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. സൈബർ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ബയോമെട്രിക് ലോക്കിംഗ് പോലുള്ള സംവിധാനങ്ങൾ വലിയ ആശ്വാസമാണ്. ഇതുവരെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഉടൻ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഔദ്യോഗിക ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വ്യാജ ആപ്പുകളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിവരങ്ങൾ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ആധാർ സേവനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.